ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇതാ ബോട്ടിൽ ഫാക്ടറി ആയി മാറിയിരിക്കുകയാണ്. ബിഗ് ബോസ് ബോട്ടിൽ ഫാക്ടറി ആയി മാറിയിരിക്കുകയാണ്. ഈ ജ്യൂസ് കമ്പനിയിൽ വൻ അടിയാണ് ഇത് നടക്കുന്നത്. അടിക്ക് കാരണം എന്താ? അനീഷ എല്ലാ ബോട്ടിലെടുത്ത് വലിച്ചെറിയുന്നു, കുപ്പിയിൽ ജ്യൂസിലെന്തോ മുടി കണ്ടെന്നോ എന്തൊക്കെയാണ് പ്രശ്നം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ. കഴിഞ്ഞ ദിവസം വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് ബോട്ടിൽ ഫാക്ടറി 2 ജ്യൂസ് കമ്പനിയാണല്ലോ, ഓറഞ്ച് ജ്യൂസ് കമ്പനിയും നാരങ്ങ ജ്യൂസ് കമ്പനിയും. നാരങ്ങ ജ്യൂസ് കമ്പനിയാണ് അനീഷിൻ്റേത്. അപ്പോൾ അനീഷ് ബോട്ടിൽ ക്വാളിറ്റി ചെക്കിനായിട്ട് ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ജിഷിനും അനുമോളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അനീഷ് കൊണ്ടുവന്ന ജ്യൂസിൽ മുടി ഇരിക്കുന്നു. ഒരു കുപ്പിയിലല്ല, 2 കുപ്പിയിലാണ് മുടി ഇരിക്കുന്നത്. ഇത് കണ്ട അനുമോളും ജിഷിനും വെറുതെ വിടുമോ? അവർ പറഞ്ഞു ഇത് എടുക്കാൻ പറ്റില്ല, ക്വാളിറ്റിയിൽ ഫെയിലാണ്. അതിന് അനീഷിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഫെയിൽ എന്ന് പറഞ്ഞാൽ ഫെയിൽ തന്നെയാണ്. മുടിയൊക്കെ ജ്യൂസിൽ കണ്ടാൽ നമ്മൾ ആരെങ്കിലും വാങ്ങിച്ചു കുടിക്കും. പിന്നെ നേരെ ക്വാളിറ്റി ചെക്കേഴ്സിൻ്റെ അടുത്ത് വരുന്നു. അവർ പറയുന്നു ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് റിജക്റ്റ് ചെയ്യുന്നു. ഒരു കുപ്പിയിലാണെങ്കിൽ ശരി, സമ്മതിച്ചു, ഇതിലൊരു മുടി വീണതായിരിക്കും. 2 കുപ്പിയിലെന്ന് പറയുമ്പോൾ ആ ജ്യൂസ് മുഴുവനും കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനു അതെല്ലാം റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ അനീഷ് പറയുന്നത് ഒരു കുപ്പി ശരി സമ്മതിച്ചു, മുടി കണ്ടു, നിങ്ങൾ എന്തിനാ എല്ലാം റിജക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഓറഞ്ച് കമ്പനിയുടെ ബോട്ടിലും അങ്ങനെ എല്ലാ കുപ്പിയിലും ക്വാളിറ്റി ചെക്കിന് വന്നിട്ടുള്ള എല്ലാ ജ്യൂസും തട്ടി വലിച്ചെറിഞ്ഞ് അനീഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്, ഒച്ച ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏജന്റുമാരെല്ലാം ഓടി വരുന്നു. അങ്ങനെ വൻ വഴക്കാണ് നടക്കുന്നത്. ആ ക്വാളിറ്റി ചെക്കിന് വന്നിരിക്കുന്നു, ജ്യൂസിൽ മുടി കണ്ടു, 2 ബോട്ടിലിൽ മുടി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്ന ജ്യൂസ് എല്ലാം റിജക്റ്റ് ചെയ്യും. എല്ലാം റിജക്റ്റ് ചെയ്യേണ്ടെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. പക്ഷേ ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിലെല്ലാം ഉണ്ടാക്കുന്നത്, മൊത്തമായിട്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പം അങ്ങനെ മൊത്തമായിട്ട് അനുമോളത് റിജക്റ്റ് ചെയ്യുക. ഈ ഒരു ടാസ്കിൽ അനു നന്നായിട്ട് തന്നെ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെയാണ് അനു ആ ടാസ്ക് എടുത്തിരിക്കുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും. ബിഗ് ബോസ് ഏൽപ്പിച്ച്, ബിഗ് ബോസ് ആണ് അനുവിനെയും ജിഷിനെയും ഡയറക്റ്റ് ക്വാളിറ്റി ചെക്കേഴ്സ് ആക്കി സെലക്ട് ചെയ്തിരിക്കുന്നത്. അതും അനു നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എല്ലാ ബോട്ടിലും വലിച്ചെറിഞ്ഞ് ഇറങ്ങി പോകുന്ന രംഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ലൈവിൽ അതാ നമുക്ക് കാണാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും കട്ടക്കൽപ്പിൽ വൻ അടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ പേജിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ.